എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ തൊടുപുഴ ചുങ്കത്ത് ഷൈനിയുടെ നാട്ടിലാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇവിടെ എത്ര കൊല്ലമായിട്ട് താമസിക്കുന്നു? എൻ്റെ വീട് അതാണ്. ആ കാണുന്നതാണ് എൻ്റെ സ്വന്തം വീട്. ഇത് എൻ്റെ ചേട്ടൻ്റെ വീടാണ്. ആയി കാണുന്നല്ലേ? ഇത് ചേട്ടൻ്റെ വീടാണ്. ഓക്കെ. ഞാനിപ്പോൾ മുട്ടത്താണ് താമസിക്കുന്നത്. ഞാൻ 1993 മുതൽ ഈ വീട്ടിൽ താമസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് ഞാൻ മുട്ടത്ത് ഇത്തിരി ബിസിനസ് സംബന്ധമായ സാഹചര്യത്തിൽ ഞാൻ അവിടെ താമസം മാറ്റുകയുണ്ടായി. അപ്പോൾ ഈ ഷൈനിയുടെ വീടുമായിട്ട് എനിക്ക് 1993 മുതൽ വളരെ അടുത്ത ബന്ധവും അതിന് മുമ്പ് തന്നെ അവർ എൻ്റെ തറവാട് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് നീങ്ങിയ ഭാഗത്തായിട്ടാണ് എൻ്റെ തറവാട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നേരത്തെ ഈ ഷൈനിയുടെ ഒരു കുളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. മീൻകുളം. അതിന് ആ ഭാഗത്ത് ഇവിടെ മലയെന്നാണ് അറിയപ്പെടുന്നത്. ആ മലയിൽ ആണ് ഒരു ചെറിയ വീട് വെച്ചാണ് അവരവിടെ താമസിച്ചിരുന്നത്. അതിന് ശേഷം അപ്പോൾ ഒരു 75 തൊട്ട് 1975 തൊട്ട് എനിക്ക് ഏകദേശ ടൈമാണ് ഞാൻ പറയുന്നത്, അവരെ അറിയാം. ഈ ഷൈനിയുടെ വീട്ടുകാരെ ബേബിച്ചേട്ടനെയും ഒക്കെ എനിക്കറിയാവുന്നതാണ്. അതിനുശേഷം 93 ഞാൻ ഇവിടെ താമസത്തിന് ഇവിടെ താമസം വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിത്യ സന്ദർശകരായിരുന്നു. ഷൈനിയുടെയും മക്കളുടെയും ട്രെയിനിന് മുമ്പിൽ വെച്ച് ഉണ്ടായ ആത്മഹത്യ നമ്മളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുകയും അതിൻ്റെ ഷോക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 3-4 ദിവസം എടുത്തു ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ തന്നെ. അത്രയധികം ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷൈനിയുമായിട്ട് ഒരു 10 കൊല്ലത്തെ പരിചയമേ ഏകദേശം 10 കൊല്ലത്തെ പരിചയമേ എനിക്കുള്ളൂ. പക്ഷേ ഷൈനിയുടെയും നോബിയുടെയും മക്കളെ എൻ്റെ സ്വന്തം മക്കളെ പോലെ ആ ഒരു രീതിയിൽ കാണുകയും ആ ഒരു രീതിയിൽ ഞങ്ങൾ സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുകയും ചെയ്തതാണ്. നോബിയുടെ മക്കളായ എഡ്വിൻ, അലീന, ഇവാന ഇവർ 3 പേരും 2021 വരെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും ഇവിടെ വരികയും പ്രത്യേകിച്ച് അലീനയും ഇവാനയും സൈക്കിളുമായിട്ട് ഇതിലൂടെ വന്ന് കറങ്ങി ഒരു റൗണ്ട് അടിച്ച് പോവുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മക്കളെല്ലാവരും പ്രായമായി വിദേശത്ത് ജോലിയിലേക്ക് പോയ സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസം തന്നുകൊണ്ടിരുന്ന 3 മക്കളായിരുന്നു ഇവർ. അപ്പോൾ അവരുടെ ആ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു തീരാനഷ്ടമാണ്. വളരെയധികം മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവമായി പോയി. പ്രത്യേകിച്ച് അത് ഒരു ആത്മഹത്യ ആയി വന്നപ്പോഴത്തേക്കും നമുക്ക് താങ്ങാവുന്നതിന് അധികം ഭാരമുള്ളതായിപ്പോയി. എന്തുകൊണ്ട് ഈ ആത്മഹത്യ സംഭവിച്ചു എന്നുള്ളത് നമുക്കിന്നും അത് പരിപൂർണമായി ചുരുളഴിയപ്പെടാത്ത ഒരു രഹസ്യമായിട്ട് അവശേഷിക്കുകയാണ്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നതും നമുക്ക് അറിയാൻ സാധിച്ചതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഷൈനി വളരെയധികം സ്ഥിരോത്സാഹവും അതുപോലെ തന്നെ കർമ്മനിരതയുമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വഴി ഇല്ലാത്തൊരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. പലരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇവിടുന്ന് കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് വാഴക്കുല, അതുപോലെ തന്നെ കപ്പ, ചേന ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു ആക്റ്റീവ സ്കൂട്ടറിൽ കൊണ്ടുപോയി ഇവിടുന്ന് വിൽക്കുകയും അതുപോലെ തന്നെ മുട്ടക്കോഴി വളർത്തി അതിൻ്റെ മുട്ട കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ സ്വന്തം ചിലവിലേക്കുള്ളതും മക്കളുടെ ചിലവിലേക്കുള്ളതായ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ഷൈനി. എനിക്ക് തോന്നുന്നത് ഈ സാമ്പത്തികത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഷൈനി ഒഴിച്ചുള്ള ബാക്കി കുടുംബാംഗങ്ങളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവിനോടൊപ്പം സ്വന്തമായ ഒരു വീട്ടിൽ പോയി താമസിക്കുക എന്നുള്ളത് ഷൈനിയുടെ ഒരു ചെറുകാല സ്വപ്നമായിട്ട് പലരോടും പറഞ്ഞതായി ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഷൈനിയുടെ ഒരു നിർബന്ധം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു
നോബിക്കതത്ര ഒരു താല്പര്യമുള്ളൊരു ഘടകമായിരുന്നില്ല. മറ്റുള്ള നോബിയുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ അവർക്കൊന്നും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഒരു അഭിപ്രായം ഉള്ളതായിട്ട് തോന്നിയില്ല. ഇങ്ങനെയുള്ള ചില ഇഷ്ടക്കേടുകൾ ഇവർക്കിടയിൽ വളരാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും തൽഫലമായിട്ട് അത് ഈ ഇഷ്ടക്കേട് വളർന്ന് അത് ഒരു പീഡനത്തിൻ്റെ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്തതായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ അതിൻ്റെ അവസാന പരിണത ഫലം എന്നോണമാണ് ഈ ജൂലൈ 9-ാം തീയതി ഷൈനി ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോവുകയും വിവാഹമോചന കേസ് കൊടുക്കുകയും ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഷൈനിയുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ തുടരുകയായിരുന്നു. ഷൈനിയുടെ ചാച്ചൻ കുര്യാക്കോസ് ചേട്ടനെ എനിക്ക് ഏകദേശം 1990 ഞാൻ ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഫെഡറൽ ബാങ്കിൽ ഞാൻ പെരുവ ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ കുര്യാക്കോസ് ചേട്ടനെ അന്ന് മുതലേ എനിക്കറിയാം. അതായത് കുര്യാക്കോസ് ചേട്ടൻ അവിടെ പെരുവ ഷാപ്പിൽ കറിക്കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചില സമയത്ത് വൈകിട്ട് ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളും നല്ല രുചികരമായ ഭക്ഷണം കുര്യാക്കോസ് ചേട്ടൻ ഉണ്ടാക്കും. അപ്പം അത് മേടിക്കുകയും കുറച്ച് കള്ളുമൊക്കെ മേടിക്കുകയും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കറി മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഞാൻ കുര്യാക്കോസ് ചേട്ടനെ പരിചയപ്പെട്ടത്. അപ്പോൾ കുര്യാക്കോസ് ചേട്ടൻ എന്നോട് സ്വാഭാവികമായിട്ട് വീട്, പേര്, കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പം കനാനായിക്കാരനാണോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ കനാനായിക്കാരനാണ്. അപ്പം കുര്യാക്കോസ് ചേട്ടനും പറഞ്ഞു ഞാനും ഒരു കനാനായിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രത്യേക ബന്ധം ആയിട്ട് ഒരു 5-6 കൊല്ലത്തോളം ഞങ്ങളിങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ട്രാൻസ്ഫറായി വേറൊരു സ്ഥലത്തേക്ക് പോയി. പിന്നീട് അതിനുശേഷം ഞാൻ പിന്നെ കുര്യാക്കോസ് ചേട്ടനെ കാണുന്നത് ഈ ഷൈനിയുടെ കല്യാണത്തിൻ്റെ സമയത്താണ്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് കുര്യാക്കോസ് ചേട്ടൻ്റെ മകളാണല്ലോ നോബിയായിട്ടുള്ള കല്യാണം നടക്കുന്നത് എന്നാണ് അന്നേരമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തിയ ഒരു ആളായിട്ടാണ് എനിക്ക് കുര്യാക്കോസ് ചേട്ടനെ തോന്നിയിരിക്കുന്നത്. എന്താണോ ഷൈനിയുടെ കല്യാണത്തിന് ശേഷം വീണ്ടും തിരിച്ച് ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി വീട്ടിലെത്തി നിന്ന സമയത്ത് കുര്യാക്കോസ് ചേട്ടന് ഷൈനിയെ വേണ്ടതുപോലെ നോക്കുവാനും അതുപോലെ തന്നെ പരിചരിക്കുവാനും സാധിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. ഷൈനിക്ക് വേണ്ടത് സപ്പോർട്ടായിരുന്നില്ല, അൺകണ്ടീഷണൽ സപ്പോർട്ടായിരുന്നു വേണ്ടിയിരുന്നത്. അതായത് നമ്മുടെ മകളായിരിക്കാം, നമ്മുടെ മകളെ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് വരെ നമുക്ക് അവളെ ഏത് തരത്തിൽ ശാസിക്കാനും നമുക്ക് ഏത് ലെവൽ വരെ നമുക്ക് അവളോട് വഴക്ക് പറയാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. വിവാഹമോചനത്തിലെത്തി നിൽക്കുന്ന ഒരു മകൾ തിരിച്ചു വരുന്ന സമയത്ത് അവളോട് കുറച്ചുകൂടി ഒരു സൗഹൃദപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ദയാപരവുമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം, വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് നിൽക്കുന്ന മക്കൾ സ്വന്തം വീട്ടിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ വീണ്ടും അവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ അവർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിൽ, അതായത് സാധാരണ സംഭാഷണമായിരിക്കാം, പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫുൾ സപ്പോർട്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ കുര്യാക്കോസിൻ്റെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഷൈനിയുടെ സ്വന്തം വീട്ടിൽ വെച്ച് മക്കൾക്ക് വളരെയധികം നിബന്ധനകൾ കുര്യാക്കോസ് ചേട്ടൻ ഏർപ്പെടുത്തിയത് ഷൈനിയെ വളരെയധികം ദുഃഖിപ്പിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഇത്തരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അത് ഈ ദുഃഖിച്ചിരിക്കുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു
വല്ലാത്ത ദുഃഖമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം പല പല ചിന്തകളായിരിക്കും അവരുടെ മനസ്സിൽ കൂടി ഈ ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് കടന്നു പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചും വളരെയധികം താല്പര്യത്തോടും സ്നേഹത്തോടും അതുപോലെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും കാണിക്കാതെ നമ്മൾ ഇങ്ങനെ സാഹചര്യത്തിൽ തിരിച്ചു വന്ന ഒരു മകളെയും അവരുടെ മക്കളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് നമ്മൾ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു സന്തോഷകരമായ ജീവിതം നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടുന്ന് കടലോളം ദുഃഖവുമായിട്ടാണ് ചുങ്കത്തുനിന്ന് ഏറ്റുമാനൂരേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ വീണ്ടും കടലിൽ താഴാൻ പരുവത്തിന് ഉള്ള രീതിയിലുള്ള ദുഃഖം വീണ്ടും വരുമ്പോൾ അതൊട്ടും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള അവിടെ സംഭവിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം ആശ അർപ്പിച്ച സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ടായത് അവളെ കൂടുതൽ ദുഃഖിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് നമ്മൾ എല്ലാ അപ്പന്മാരും വളരെയധികം, അപ്പനും അമ്മയും വളരെയധികം നമ്മുടെ മക്കളെ, കെട്ടിച്ചുവിട്ട മക്കളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ആങ്ങളമാർ സ്വന്തം വീട്ടിലില്ല എങ്കിലും അവർ വിദേശത്താണ്. ഈ ഫോൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സുഹൃത്ത് സംഭാഷണങ്ങൾക്കിടയിലും എല്ലാവർക്കും ഇവളുടെ വിശ്വാസം, ഈ ഷൈനിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. ഒരു വാക്ക് ആണ് മറ്റ് സാമ്പത്തിക സഹായത്തേക്കാൾ പോലും മുൻപിൽ നിൽക്കുന്നത്. ആശ്വാസകരമായ ഒരു വാക്ക് കൊടുക്കുക, കുട്ടികളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് അത് നിറവേറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശ്വാസകരമാകുന്നതും അതുപോലെ തന്നെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നീങ്ങിയ ഒരു ജീവിതം തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു മനോബലം ഉണ്ടാകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട് നന്നാകും എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ വീഡിയോ കാര്യങ്ങൾ മാക്സിമം ഷെയറും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ഈ ചേട്ടാ, ഈ എഡ്വിനെ കുറിച്ച് എന്താ ചേട്ടാ, അതോ കാര്യവിടെ പറഞ്ഞ് നമ്മൾ ഒന്ന് പോകണമല്ലോ. എഡ്വിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു സംരക്ഷണം ആരെങ്കിലും ഏറ്റെടുക്കുന്നത്, ഈ കുടുംബത്തിലെ അവർക്ക് ഒരു സമ്മതമുണ്ട് എങ്കിൽ അവരത് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു സംരക്ഷണത്തിൻ്റെ പോകുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് അവന് ഇങ്ങനെ പല കാര്യങ്ങളിലും നേരിട്ടൊരു ബന്ധം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നമ്മൾ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് ആരെന്ത് പറയുന്നോ ആ രീതിയിലൊക്കെ നമ്മളങ്ങോട്ട്, ആരുടെ കസ്റ്റഡിയിലാണോ ഇരിക്കുന്നത് അവർ പറയുന്നതനുസരിച്ച് നമ്മളങ്ങോട്ട് ചെയ്യും. അവന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്ന ഒരു പ്രായമായിട്ടില്ല. അപ്പം നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവിച്ചതിനെല്ലാം ഉത്തരവാദി അവനാണോ എന്ന് ചിന്തിച്ച് വളരെയധികം വിങ്ങുന്ന ഒരു മനസ്സുമായിട്ട് നടക്കുന്ന ഒരു കുട്ടിയവൻ. അവനെ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് അവനെ നല്ല ഒരാളുടെ സംരക്ഷണയിൽ ആക്കിയാൽ നമുക്ക് അവനെ നേടാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അവൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അവനവിടെ നിൽക്കുമ്പോൾ വെളുപ്പിനായിട്ടും വെല്ലുമ്മയായി ശർക്കര തള്ളയായിട്ടൊക്കെ നല്ല രീതിയിൽ ഒരു സമീപനം അവരൊന്നും എനിക്ക് തോന്നുന്നില്ല അവന് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ എത്ര ആലോചിച്ചാലും അവൻ്റെ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വിലമതിക്കാനാവാത്ത നഷ്ടമാണ് അവനുണ്ടായിരിക്കുന്നത്. കോടതിയാണ് കാരണം ബാക്കി ഇപ്പം ഷൈനിക്കും പെമ്മക്കും ജീവൻ നഷ്ടമായി എന്ന് പറഞ്ഞാലും അവരിതൊന്നും അറിയുന്നില്ലല്ലോ. ശരിക്കും അറിഞ്ഞുകൊണ്ട് ഏറ്റവും വേദനിക്കുന്നവൻ എഡ്വിനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റോൾ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെയാണ്, ചുമ്മാ സൈഡിലിരുന്നാലും കിട്ടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അവന് നല്ലൊരു മിടുക്കനായ ഒരു പയ്യനായിട്ട് ഈ നാട്ടിലേക്ക് വരണമെന്ന് നമ്മുടെ ആഗ്രഹം അല്ലേ ഏട്ടാ? അത് കാരണമാണോ നമ്മളിങ്ങനെ പറയുന്നത്? അല്ല, അത് ഇപ്പം ആർക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അത് കൂടുതലും എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു നിയമ സംവിധാനം, നമ്മുടെ ജുഡീഷ്യറിയോ അല്ലെന്നുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ഒക്കെ ഇവരുടെ കുടുംബക്കാരുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത്, കാരണം അവരുടെ സമ്മതം ഇല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ.
അവരുടെ കുട്ടിയെ നമുക്കങ്ങനെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോൾ അതിനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വിശദമായി സംസാരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിന് ഒരു പെട്ടെന്ന് തന്നെ ഒരു അറുതി വന്നേനല്ലേ? തീർച്ചയായിട്ടും അത് ഈ ഇവിടെയും സംവിധാനം ഉണ്ടെന്ന് പറയണു. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എവിടെയാണ് എന്താണെന്നുള്ളതൊന്നും സാധാരണക്കാർക്ക് അറിയത്തില്ല. അതേസമയം വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പേഴ്സണൽ ലോസിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗാർഹിക പീഡനം അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ദേഹത്തോട്ടുള്ള കളി വന്നാൽ അവിടെ കളി മാറി. ഷൈനി ഓൾറെഡി ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് തന്നെ എഡ്വിൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ മേലെ ചേട്ടാ? എഡ്വിൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതാണ്. പക്ഷേ ഇതൊരു ഒരു കോടതിയുടെ ഇതിലേ അത് അവസാന തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇവരുടെ നിലപാടുകൾ ഇവരിപ്പോൾ സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി ഈ മകനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ ഒരാളെ ഏൽപ്പിക്കാൻ തയ്യാറാവുമോ? അങ്ങനെ ചെയ്താൽ അവൻ രക്ഷപ്പെടും. പക്ഷേ അതിന് ഇവർ തയ്യാറാവുമോ? കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ. പക്ഷെ അന്നേരത്തേക്ക് ഇവർക്കതൊരു എന്നാ പറയുന്നത്, ഒരു കുറവ് വന്ന പോലെ ആയി പോകാൻ അങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാകും ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ. കുറവെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ആദ്യമേ, അതായത് ഷൈനിയുടെ ഈ മരിച്ചടക്കമായിട്ട് ബന്ധപ്പെട്ടും വലിയ കുറവാണല്ലോ ഫീൽ ചെയ്യുന്നത്. ആ രീതിയിൽ ഈ മോനെ കൊണ്ട് നിർബന്ധിച്ച് ഇവിടെ ഈ ചുങ്കമ്പള്ളിയിൽ അടക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായത് കുറവിൻ്റെ ഒരു ഫീലിംഗ് ആണല്ലോ. അത് കുറവിൻ്റെ ഫീലിംഗ് കൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നടന്നിരുന്നു എങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ആൾക്കാരെ ഈ മരണത്തിൻ്റെ പുറമേ പിന്നെ വേദനിപ്പിച്ചത് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ സംസ്കാരം നടത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും അത് അവിടെ അങ്ങ് നടന്നിരുന്നു എങ്കിൽ അതങ്ങ് ഒരു പരിധിവരെ തീർന്നു പോയ ഒരു അധ്യായമായിട്ട് തീർന്നേനെ. സുഹൃത്തുക്കളെ, പ്രിയരെ, ഞങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും എല്ലാം ഈ ചാനലിൻ്റെ ഒപ്പം തന്നെ പോരട്ടെ. ഓക്കെ, ബൈ.